നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ചയാക്കി മാറ്റാൻ UDF നേതാക്കളും BJPയും ശ്രമിച്ച സംഭവം. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെല്ലാം ചർച്ചയാക്കി മാറ്റാൻ ശ്രമിച്ച സംഭവം. നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചാരം നൽകിയ സംഭവം മറ്റൊന്നുമല്ല, മാസപ്പടി കേസ് തന്നെയാണ്. മാസപ്പടി കേസ് എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. മാത്യു കുഴൽനാടനാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇത് ഏറെ ഉന്നയിക്കുകയും അത് ചർച്ചയാക്കുകയും ചെയ്തത്. മാധ്യമങ്ങൾ അതിന് പിറകെ പോയി എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ എത്രയോ വട്ടം അന്തിച്ചർച്ചകൾ നടത്തി. മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തകൾ നൽകി. മാസപ്പടി കേസ് അതല്ലെങ്കിൽ മാസപ്പടി എന്ന വാക്ക് തന്നെ മലയാള മനോരമയുടെ സംഭാവനയായിരുന്നു. ആ വാക്ക് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും മാസപ്പടി കേസ് എന്ന പേരിൽ അത് ചർച്ചയാക്കുകയും ചെയ്തു. ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ കേസ് അവസാനം ചെന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ്. മാത്യു കുഴൽനാടൻ തന്നെയാണ് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത്. വിജിലൻസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ആദ്യം മാത്യു കുഴൽനാടൻ പറഞ്ഞത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ്. എന്നാൽ വിധി എതിരാകുമെന്ന് കണ്ടപ്പോൾ മാത്യു കുഴൽനാടൻ ഒന്ന് ചുവട് മാറ്റി. അതിനുശേഷം മാത്യു കുഴൽനാടൻ കോടതിയിൽ പുതിയ ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യം മറ്റൊന്നുമല്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ, വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണം എന്നായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും വാദം നടന്നു, ചർച്ച നടന്നു. അങ്ങനെ വീണ്ടും നീണ്ടു പോകണമായിരുന്നു. എപ്പോൾ വരെ? ലോക്സഭ വോട്ടെടുപ്പ് നടക്കുന്നത് വരെ. അതായിരുന്നു UDFന്റെ മാത്യു കുഴൽനാടന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനു മുമ്പ് വിധി പറഞ്ഞാൽ, അതിനു മുമ്പ് ഇത് സംബന്ധിച്ചൊരു വിധി ഉണ്ടായാൽ അത് ഉറപ്പായും മാത്യു കുഴൽനാടന് തിരിച്ചടിയായിരിക്കും. അത് വലിയ ചർച്ചയായി മാറും. അത് LDFന്, പിണറായി വിജയനൊക്കെ അനുകൂലമായി മാറും എന്നതുകൊണ്ട് മാത്രം ഈ കേസ് എങ്ങനെയെങ്കിലും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിക്കൊണ്ടുപോകണമെന്നതായിരുന്നു UDFന്റെ ആഗ്രഹം. മാത്യു കുഴൽനാടൻ അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വിധി പറയാൻ വെച്ചിരിക്കുന്നു. ഇന്ന് വിധി പറയും, മെയ് 3. ആ വിധി ആർക്കനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. ഈ വിഷയത്തിൽ ഏറെ ചർച്ച നടത്തുകയും ഈ വിഷയം വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റി UDFന് നേട്ടമാക്കുകയും LDFന് തിരിച്ചടി നൽകുകയും എതിരേറെ പറയുന്നു പിണറായി വിജയനെയും കുടുംബത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്ത ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് തന്നെ ഇന്ന് അത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞാൽ 2024 മെയ് 3. ഇന്ന് രാവിലെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മാസപ്പടി കേസ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജിയിൽ പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. അതിനുശേഷം തലക്കെട്ടിന്റെ ചെറിയ വിശദീകരണവും കൂടി നൽകിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. അതിങ്ങനെയാണ്: CRMLന് അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തു എന്ന് കാണിക്കുന്ന രേഖ, ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. ആരോട്? മാത്യു കുഴൽനാടനോട്, ഹർജിക്കാരനോട്. എന്നാൽ അത് ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞോ? അത് സംബന്ധിച്ച് ഏഷ്യാനെറ്റ് തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധി പറയും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞില്ല. CRMLന് അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തു എന്ന് കാണിക്കുന്ന രേഖ, ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. വ്യാഴാഴ്ച കുഴൽനാടന് ഹാജരാക്കിയ 3 രേഖകളിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്ന കാര്യം വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. കേസ് പരിഗണിച്ച പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി MV രാജകുമാരിയാണ് ഹർജി വിധി പറയുന്നതിനായി മെയ് 3 മാറ്റിയത്. കരിമണൽ ഖനനത്തിനായി CRML കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ MLAയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ തൈക്കണ്ടിയിൽ, CMRL ഉടമ SN ശശിധരൻ കർത്ത അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ എന്നാണ് വാർത്ത. ഈ വാർത്ത ഒന്നുകൂടി വായിക്കേണ്ടതുണ്ട്. ആദ്യം പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതിൻ്റെ സത്ത പിടികിട്ടാൻ സാധ്യതയില്ല. അതിങ്ങനെയാണ്: മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധി പറയും. ഇന്ന് എന്ന് വെച്ചാൽ 2024 മെയ് 3. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞില്ല. ഏഷ്യാനെറ്റ് കൊടുക്കുന്ന വാർത്തയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കും വിധി മാത്യു കുഴൽനാടന് തിരിച്ചടി തന്നെയായിരിക്കും. ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത വാർത്തയാണ്. വലിയ പ്രാധാന്യത്തോടു കൂടി എന്ന് വെച്ചാൽ എത്രയോ ദിവസം അന്തിച്ചർച്ച പോലും നടത്തിയിട്ടുണ്ട്.
എത്രയോ കോളങ്ങൾ പത്രമാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു മാത്യു കുഴൽനാടന് ആവശ്യമായ രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന്. രേഖയുണ്ട്, പക്ഷേ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് ഏഷ്യാനെറ്റിന്റെ വാർത്ത. ആ രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത്. അപ്പോഴും അതും തുറന്ന് സമ്മതിക്കാൻ, ഇത് വ്യാജമാണ്, തെറ്റാണ്, ഇതൊരു വ്യാജ ആരോപണമാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഏഷ്യാനെറ്റിന് കഴിയുന്നില്ല, മറ്റ് മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല. ഇന്ന് എല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കി. സ്വാഭാവികമായും കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം, ഒരുപാട് ചർച്ച ചെയ്ത വിഷയം. എത്രയോ സമയം ഇതിനു വേണ്ടി ദൃശ്യമാധ്യമങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നിയമസഭയിൽ ഇത് കോളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രയോ കോളങ്ങൾ പത്രമാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയാണ്. ഇപ്പോഴും ഇതിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ. ഒരു തുമ്പും കിട്ടുന്നില്ല എന്നത് മറ്റൊരു കാര്യം. അന്വേഷണം നീണ്ടു പോവുകയാണ്. അങ്ങനെ അവസാനിപ്പിക്കില്ല ഒരിക്കലും അന്വേഷണം. കാരണം സംശയത്തിന്റെ നിഴലിൽ നിർത്തണമല്ലോ ഈ ആളുകളെയൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അന്വേഷണം പൂർത്തിയാക്കില്ല. അന്വേഷണം നീണ്ടു പോകും. പക്ഷേ കോടതിക്ക് അങ്ങനെ ഏറെക്കാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോഴിതാ കോടതി വിധി പറയാൻ പോകുന്നു. ഏഷ്യാനെറ്റിന്റെ വാർത്ത വെച്ച് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് മാത്യു കുഴൽനാടന് എതിരെ ആയിരിക്കും എന്ന്. മതിയായ രേഖകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും അഴിമതി തെളിയിക്കുന്ന, അഴിമതി ഉണ്ട് എന്നാണല്ലോ, വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നാണല്ലോ ഇവർ വാദിച്ചു കൊണ്ടിരുന്നത് നിയമസഭയ്ക്ക് അകത്തും പുറത്തും. ഇലക്ഷന്റെ എല്ലാ പ്രചാരണ പൊതുയോഗങ്ങളിലും മാസപ്പടി കേസ് വലിയ ചർച്ചയായി മാറിയിരുന്നല്ലോ. മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും 1-ാം പേജിൽ മാസപ്പടി എന്ന വാർത്ത വന്നുകൊണ്ടിരുന്നല്ലോ. എന്ന് വെച്ചാൽ പിണറായി വിജയനും മകളും അഴിമതി നടത്തിയിരിക്കുന്നു, പൊതുഖജനാവ് കൊള്ളയടിച്ചിരിക്കുന്നു, സർക്കാർ സംവിധാനങ്ങൾ SN കർത്തയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ CMRL കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനായിരുന്നല്ലോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ പോയിരിക്കുന്നത്. പക്ഷേ വിജിലൻസ് കോടതിയിൽ ആവശ്യമായ രേഖ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും കോടതി വിധി എന്ന് നമുക്ക് ഊഹിക്കാം. ഏതായാലും മാത്യു കുഴൽനാടന് ഒരു തിരിച്ചടി വരുന്നുണ്ട്. ആ തിരിച്ചടി UDF-നുള്ള തിരിച്ചടിയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് എന്ന് മറന്നുപോകരുത്. അതോടൊപ്പം തന്നെ ചെറിയ രാഷ്ട്രീയ വിജയം നേടാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നും കാണാതിരിക്കുന്നില്ല. ഇലക്ഷന് മുമ്പാണ് ഈ കോടതി വിധി വന്നിരുന്നുവെങ്കിൽ അത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ LDF-നും വലിയ നേട്ടമാകുമായിരുന്നു, അത് വലിയ ചർച്ചയാകുമായിരുന്നു. അത് നീട്ടിക്കൊണ്ടുപോകാൻ, വോട്ടെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകുവാൻ UDF-ന് കഴിഞ്ഞു, മാത്യു കുഴൽനാടന് കഴിഞ്ഞു എന്നതിൽ UDF-ന് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയും. പക്ഷേ കള്ളം എല്ലാ കാലവും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയില്ല, സത്യം എല്ലാ കാലവും മൂടിവെക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്നെങ്കിലും ഇത് പുറത്തു വരും. അങ്ങനെയാണ് ഇന്ന് വിധി പറയാൻ വെച്ചിരിക്കുന്നത്. ഏതായാലും ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിധി മാത്യു കുഴൽനാടന് എതിരായിരിക്കും. പിണറായി വിജയനും സർക്കാരിനും പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും അനുകൂലമായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.